ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിൻ്റെ അടുത്തോട്ട് കനകവും ഗോവിന്ദനും എത്തുമ്പോൾ ഗോവിന്ദൻ പറയാണ്, മോളെ ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിഷമമുള്ള കാര്യമാണ്. അത് കേൾക്കുന്ന കനകം പറയാണ്, എന്തിനാണ് നിങ്ങൾ നമ്മുടെ മോളെ വിഷമിപ്പിക്കുന്നത്? ഞാൻ വിഷമിപ്പിച്ചതല്ല, ഞാൻ കാര്യം പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അനി എവിടെ, അനി എന്താ പറയുന്ന അമ്മ എന്നൊക്കെയാണ് കേട്ടോ നന്ദു ചോദിക്കുന്നത്. അത് കേട്ട ഉടനെ, മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അനിയുടെ വിവാഹം സുഖമായി കഴിഞ്ഞു. എന്നാൽ നീ എപ്പോഴാണ് അവിടെ നിന്നും ഇറങ്ങിയതെന്ന് പറയുമ്പോൾ ചെക്കനെ എല്ലാവരും സ്വീകരിക്കുന്ന ആ സമയത്ത് എനിക്കെന്തോ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന് തോന്നി. അവിടെ ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ പുഴക്കരയിലോട്ട് പോയത് എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇത് കേൾക്കുന്ന കനകത്തിനും ഗോവിന്ദനും ഒരുപാട് സങ്കടമാവാണ്. പിന്നീട് കനകം പറയാണ്, മോളെ എന്തായാലും നീ ഒരു ആത്മഹത്യ ചെയ്തുക എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഈ ഹോസ്പിറ്റൽ പിടിപാടുള്ളത് കൊണ്ട് തന്നെ ആദർശിൻ്റെ മുത്തശ്ശൻ ഇവിടെയുണ്ട്, പക്ഷെ അവരോട് പോലും പറഞ്ഞിട്ടില്ല. ആദർശ് മോൻ അങ്ങനെയാണ് പറഞ്ഞത്, ആരോടും പറയരുതെന്ന്. അതുകൊണ്ട് നിനക്കൊരു വിവാഹമൊക്കെ വേണ്ടേ, അതുകൊണ്ട് ആരെയും അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം മണ്ഡപത്തിൽ ചെക്കനും പെണ്ണും കൂടി ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഉടൻ തന്നെ ദേവയാനി പറയണേ, എന്തായാലും ജാനകി നമുക്ക് നേരത്തെ പോവാം, നിലവിളക്കൊക്കെ എടുക്കേണ്ടതല്ലേ. അപ്പോഴേക്കും മുത്തശ്ശി പറയാൻ ഞാനേയും കൂട്ടിക്കോളൂ എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം അവരങ്ങ് കാറിൽ കയറി പോകുന്നു. എന്നാൽ ഈ സമയം മോളെ എന്ന് പറഞ്ഞ് രേവതി തൻ്റെ മകളെ ഇങ്ങനെ നോക്കുമ്പോൾ, ഒരേറ്റ മോളല്ലേ, എല്ലാവർക്കും വിഷമം ഉണ്ടാവും, എന്തായാലും പേടിക്കണ്ട, അടുത്തല്ലേ വീട്, നിങ്ങൾ നാളെ രാവിലെ അങ്ങോട്ടേക്ക് വരില്ലേ എന്ന് വേണുവിനോട് അവിടെ ചലിച്ച് ചോദിക്കാൻ കേട്ടോ. ആ ഉടൻ തന്നെ വരുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ യാത്രയാവാണ്. പിന്നീട് അനന്തപുരിയിലോട്ട് വരികയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇവർ കാറിൽ കയറി പോയോടും തന്നെ വേണുവും അതുപോലെ രേവതിയും പറയുന്നുണ്ട്, ഈശ്വര രക്ഷപ്പെട്ടു, ഈ വിവാഹം നടന്നു, ഇനി നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നടന്നാൽ മതിയായിരുന്നു എന്നവർ തമ്മിൽ പരസ്പരം പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അനന്തപുരിയിൽ എത്താണ്. അപ്പോഴേക്കും നിലവിളക്ക് ആ കാര്യങ്ങളൊക്കെ നയന ഇങ്ങനെ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ജാനകി വന്നിട്ട് പറയണേ, അതെ ഞാൻ എടുത്തു കൊടുത്തോളാം എൻ്റെ മരുമകൾക്ക് എന്ന് പറഞ്ഞിട്ട് നയനയുടെ കൈകളിൽ നിന്ന് ആ നിലവിളക്ക് മേടിച്ചങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് നിലവിളക്കുമായി ദേവയാനിയുടെ മുന്നിലോട്ട് പോവാണ്. ഏട്ടത്തി, എൻ്റെ മരുമകളെ ഏട്ടത്തി സ്വീകരിച്ചാൽ മതി എന്ന് ജാനകി പറയുമ്പോൾ, ഇല്ല, അങ്ങനെ ഒരു മരുമകളെ, എൻ്റേതായ ഒരു മരുമകൾ എനിക്കുണ്ടായിരുന്നു, ആ മരുമകളെ സ്വീകരിക്കാൻ ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ച വേറൊരുത്തിയാണ്, ഇതേപോലത്തെ ഓരോന്ന് വലിഞ്ഞു കയറി വന്നതാണ് എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ, അവിടെ മതി, ഇവിടെ നാഥനില്ലാത്ത വീടൊന്നുമല്ല, മുത്തശ്ശൻ ആശുപത്രിയിലാണെന്ന് കരുതി വായി തോന്നിയത് വിളിച്ചു പറയാൻ ഞാൻ അനുവദിക്കില്ല എന്ന് മുത്തശ്ശി പറയുന്നു കേട്ടോ. അങ്ങനെ അനാമികയ്ക്ക് ജാനകി തന്നെ നിലവിളക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നിലവിളക്ക് കൊടുക്കുമ്പോൾ അനാമിക വലത് കാൽ വെച്ച് തന്നെ കയറി പോവാണ്. ഇനി പൂജാമുറിയിൽ അത് കൊണ്ടുവച്ചോളൂ എന്ന് പറയുമ്പോൾ തന്നെ അനിക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അനിയാവോ ഇവളിൽ നിന്ന് ഇനി വിട്ടു നിൽക്കാലോ എന്ന ആ സന്തോഷത്തോടു കൂടി അങ്ങ് പോവാണ്. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ കുറ്റപ്പെടുത്തൽ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഈ വീടിൻ്റെ ഏട്ടത്തി ആഗ്രഹിച്ചതുപോലത്തെ ഒരു മരുമകൾ വന്നില്ലേ എന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ്, ആ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു മരുമകൾ ഇവിടെ എത്തിയിരിക്കുന്നു, എന്തായാലും മറ്റുള്ളവരെ പോലെയല്ല, വലിഞ്ഞു കയറിയവരല്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ആദർശ് പറയണം, മതി, നിർത്തുന്നുണ്ടോ ഇവിടെ ഈ കലഹം, എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത്, അമ്മ നിർത്തുന്നുണ്ടോ? അപ്പോഴേക്കും ദേവയാനി, ആടാ നീ നിൻ്റെ ഭാര്യയുടെ തലേണ മന്ത്രം കേട്ട് ഒരുപാട് മാറിപ്പോയി എന്ന് എനിക്കറിയാം. അത് കേൾക്കുന്ന ആദർശ് പറയണ, അല്ല, ഭാര്യയുടെ തലേണ മന്ത്രം കേട്ട് മാറിയതല്ല, മുത്തശ്ശന് സുഖമില്ല, ആ സമയമെങ്കിലും ഇവിടെ പോരും കുരുട്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മേ, ഒരു കാര്യം അമ്മ മനസ്സിലാക്കണം, ആശുപത്രിയിൽ ഐസിയുലോട്ട് കയറ്റുന്ന സമയത്ത് പോലും മുത്തശ്ശൻ പറഞ്ഞ ഒരേ ഒരു വാക്ക് അത് ഞാനെക്കുറിച്ചാണ്, അത്ര അമ്മ മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയാണ്, എന്തിനാ അത്ര മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്ന, മുത്തശ്ശൻ പറഞ്ഞ വാക്കിനെ കുറിച്ച് പറയടാ, ഈ കുടുംബം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നയനയും അതുപോലെ ആദർശമാണെന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്, എന്താ അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയില്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ആദർശ് പറയണേ, ആദർശനോട് ദേവയാനി പറയണേ, അല്ലെങ്കിലും അത് അങ്ങനെ വരുള്ളൂ, ഇവളെ എല്ലാവരും കൂടി തലയിൽ കയറ്റി വെച്ചിരിക്കല്ലേ. അത് കേൾക്കുന്ന ആദർശ് പറയണേ, അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ, അമ്മയുടെ മകനും മാറിയിട്ടില്ല, ആരും മാറിയിട്ടില്ല, അമ്മയെ പോലെ തന്നെയാണ് എനിക്ക് ഭാര്യ, അമ്മയും ഭാര്യയെ ഒരേ കണ്ണിലൂടെ കാണണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയും വേണം ഭാര്യയും വേണം എന്ന് ആദർശ് പറയുമ്പോൾ ദേവയാനി ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ. ഇതങ്ങ് പറഞ്ഞ് എല്ലാവരും പോകുന്നു. എന്നാൽ ഈ സമയം ജലജയാണെങ്കിലോ ദേവയാനിയുടെ ഉള്ളിൽ വിഷം കുത്തിവെക്കാണ്. ഏട്ടത്തി, അവൻ്റെ മനസ്സിൽ നല്ല ഇഞ്ചക്ഷൻ കുത്തിവെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറയുമ്പോൾ ദേവയാനിക്ക് ഒന്നും കൂടി ദേഷ്യമാവുകയാണ് കേട്ടോ. പിന്നീട് നയന പാല് തിളപ്പിക്കാൻ ആ സമയം അങ്ങോട്ടേക്ക്
ജാനകി കയറി വരണേ. എന്നിട്ട് പറയണേ, എൻ്റെ മരുമകൾക്ക് ഞാൻ പാല് തിളപ്പിച്ചോളാം, നീ തിളപ്പിക്കണ്ട എന്ന് പറയുമ്പോൾ, അത് കുറച്ച് നേരത്തെ പറയായിരുന്നില്ലേ, എന്നാൽ ഞാൻ തിളപ്പിച്ചിരുന്നില്ല. എടി, നീ ഈ പാലിൽ വെള്ളവും ചേർത്താൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ചേർത്തുന്നവരും ഇവിടെയുണ്ട്. അത് ആരാണെന്ന് ഇളയമ്മ ഒന്ന് മനസ്സിലാക്കിയെന്ന് അന്നു എന്ന് പറയുമ്പോൾ, നീ വല്ലാതെ കിടന്ന് ചിലക്കണ്ട, ഞാൻ ചിലച്ചതല്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞതാണ്. ഈ കല്യാണം നടക്കാതിരിക്കാൻ നീ പലതും ചെയ്യും, അതെനിക്ക് നന്നായി അറിയാമെന്ന് ഇളയമ്മ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയണേ, അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കുണ്ടെങ്കിൽ അത് നേരത്തെ ആവായിരുന്നു, ഈ കല്യാണം നടന്നിരുന്നില്ല. എന്നാൽ ഞാൻ വഴുതി മാറി നിൽക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ഇളയമ്മ എന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതിൽ സങ്കടമുണ്ട് എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഞാനങ്ങ് 4 കൊടുത്തിട്ട് ഞാനങ്ങ് പോകുന്നു. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും അനിയും അതേപോലെ അനാമികയും ഇങ്ങനെ പൂജാമുറിയിൽ നിൽക്കുകയാണ്. അനിയാണെങ്കിലും അനാമികയുടെ മുഖം നോക്കാൻ പോലും മടിക്കുന്നു. അത്രയും മറപ്പും വെറുപ്പുമാണ് അനാമികയോടുള്ളത്. എന്നാൽ ഈ സമയം അനാമികയാണെങ്കിലും പൂജാമുറി, ഈശ്വര ദൈവങ്ങളെ, ഞാൻ ഇവിടെ ഇട്ട് കയറി വന്നു, ഇനി എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ബാധ്യത അതെനിക്ക് തീർക്കാൻ കഴിയണേ എന്നൊക്കെ പറയുമ്പോൾ അനി അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി പോകുന്നു കേട്ടോ. പിന്നീട് അനാമിക ഇങ്ങനെ അനിയെ നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് പൂജാമുറിയിൽ വന്നിരുന്ന് എല്ലാവരും ഹോളിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കും പാലും പഴവുമായി ജാനകി എത്താണ്. ഇതാ മക്കളെ, ഇത് കുടിക്കുകയെന്ന് പറഞ്ഞ് പാല് കൊടുക്കുകയാണ്. അങ്ങനെ അനി ഒരു ചുണ്ട് അത്രയേ ഉള്ളൂ അങ്ങനെ നനച്ചു. അത് കഴിഞ്ഞ് അനാമികക്ക് കൊടുക്കുന്നു. പിന്നീട് പാല് കഴിക്കുന്നു, അത് അനാമികക്ക് കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം പങ്കിടുമ്പോൾ ദേവയാനിയാണെങ്കിലോ, എന്തായാലും ഞാൻ ആഗ്രഹിച്ച മരുമകൾ നീയാണ്, ഇങ്ങനെ ഒരു മരുമകളെ കിട്ടാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്തായാലും മോളെ, നിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല വിഷമമുണ്ട്. അത് കേൾക്കുന്ന മുത്തശ്ശി പറയും, ശരിയാണ്, നീ പോന്നതിന് ശേഷം നിൻ്റെ അച്ഛനടക്കം അവിടെ കരയുകയായിരുന്നു. ഒരൊറ്റ മോളല്ലേ, ഒറ്റ മോളായതുകൊണ്ട് തന്നെ കരച്ചിൽ കൂടുതലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ആ തറവാട്ടി പെടുന്നവരൊക്കെ അങ്ങനെയാണ്, ഇവളന്മാരുണ്ടല്ലോ ഇവിടെയും 2 കയറി വന്നു, എന്ത് കാര്യം, അവർക്ക് കരച്ചിലും പിരിച്ചിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കേൾക്കുന്ന ആദർശ് പറയുന്നത്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നയന കരഞ്ഞിരുന്നേ എനിക്കറിയാം. പിന്നെ നയനയ്ക്ക് ഈ വീട്ടിൽ ഒട്ടും വരാൻ താല്പര്യമില്ലാതെയാണ് ഈ വിവാഹം കഴിഞ്ഞത്, അതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി, നവ്യയുടെ ഉള്ളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നയന അങ്ങനെയായിരുന്നു എന്ന് തിരിച്ചും പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം നവ്യ അവിടെ ഇല്ല. അപ്പോൾ ഉടൻ തന്നെ ജലജ പറയുന്നുണ്ട്, ഓരോരുത്തരന്മാർക്ക് ഇനി വലതുകാലം കയറി വെച്ച് നല്ല മരുമകളെ കണ്ടപ്പോൾ വയറുവേദനയും പല പ്രശ്നങ്ങളും വരും, അത് നമുക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞും കളിയാക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അനിക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ്. അനി ആ ഫോൺ എടുക്കുകയാണ്. ആണോ, ഞാനിതാ വരുന്നത് എന്ന് പറഞ്ഞ് അനി പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ദേവിയനെ ചോദിക്കുകയാണ്, മോനെ നീ എങ്ങോട്ടേക്കാണ്? അതെ, എനിക്ക് പെട്ടെന്ന് പോകണം. എങ്ങോട്ടേക്ക്? എൻ്റെ ഫ്രണ്ട്സുകൾ അവിടെ വന്നിട്ടുണ്ട്, അവരെ കാണാനാണ്. അത് കേൾക്കുന്ന ജാനകി പറയാണ്, ഒറ്റയ്ക്ക് പോണ്ട, ആദർശിനെയും കൂട്ടി നീ ഇവിടെ നിന്നും പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ പറയാണ്, ആദർശേട്ടനെ കൂട്ടേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടുത്തെ കൊച്ചു കുഞ്ഞൊന്നല്ല, ഞാൻ അത്യാവശ്യം വലിയ ആളെ തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സുകളെ എനിക്ക് യാത്ര അയക്കണം, അതിന് ആദർശേട്ടൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അനിയങ്ങ് പറഞ്ഞ് പോകുവാണ് കേട്ടോ. ഇതേ സമയം ദേവയാനിയുടെ മുന്നിൽ വെച്ച് തന്നെ ദേവയാനിയുടെ മുഖത്തടിക്കുന്ന ആ സംസാരം തന്നെ അനാമിക തുടങ്ങിയിരിക്കുന്നു. അനാമിക പറയാണ്, ആദർശേട്ടാ, ഇവിടെ ഇപ്പോൾ എൻ്റെ ഭർത്താവെന്ന് പറയുന്ന അനി കൊച്ചു കുഞ്ഞൊന്നല്ല, അവർ മുതിർന്ന ഒരാൾ തന്നെയാണ്. ഇന്ന് ഞാൻ അനിയുടെ മുഖത്തുള്ള ആ കരണത്ത് വീണ ആ അടയാളങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു, അത് ആരോ അടിച്ചതാണ്, അല്ലാതെ ഡോറിൽ ചെന്ന് കുത്തിയതോ പിടിച്ചതോ ഒന്നല്ല. അപ്പോഴേക്കും ജലജ, ഈശ്വര, ഇവളെ എൻ്റെ പേര് പറയാതിരുന്നാൽ മതി, ഞാനാണ് പറഞ്ഞു കൊടുത്തതെന്ന് ഇവൾ പറയാതിരുന്നാൽ രക്ഷപ്പെട്ടിരുന്നു എന്ന് ജലജ മനസ്സുകൊണ്ട് പറയുമ്പോൾ അനാമിക ആദർശിൻ്റെ മുഖത്തടിച്ച് പറയാണ്, അതെ, അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ കുടിച്ച് എന്ന പേരിൽ അടിച്ചു എന്ന് പറയുമ്പോൾ അതെനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്തായാലും കുടിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല, പക്ഷേ ഇനി മേലാൽ അങ്ങനെ ഒരു അടയാളങ്ങൾ ഉണ്ടാവുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി എല്ലാവരും ഞെട്ടിപ്പോവാണ്. ആള് കുഴപ്പമില്ലാത്ത സാധനമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവാണ്. അപ്പോൾ ഉടൻ തന്നെ ആദർശ് പറയാ, ഞാൻ ഇനി നോക്കിക്കോളാം, ഞാൻ ആരെയും തൊടില്ല, അവൻ കുട്ടിയാണെന്നുള്ള ആ ധാരണ എൻ്റെ മനസ്സിൽ നിന്നും വിട്ടു, അവൻ വലിയ ആൾ തന്നെയാണെന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് മേലോട്ട് കയറി പോകാൻ കേട്ടോ. ഇതേ സമയം, എടി, എൻ്റെ മകനെയും മരുമകളെയാണ് ഈ പറയുന്നത് എന്ന ഭാവത്തിൽ മുത്തശ്ശി നോക്കുമ്പോൾ, എന്തെങ്കിലും ആവട്ടെ എന്ന ഭാവത്തിൽ ദേവയാനി ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത്. വന്ന പാടെ തുടങ്ങിയ അനാമിക ഇനി എന്തായാലും അന്തപുരി എടുത്ത് മറിക്കുന്ന ആ കിടുക്കൻ സീനുകളാണ് കേട്ടോ.